പ്രശസ്ത നടനും സംവിധായകനുമായ എ രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിൽ തുടരവെയാണ് അന്ത്യം. നടനും MLA-യുമായ M. മുകേഷിന്റെ സഹോദരി സന്ധ്യയുടെ ഭർത്താവാണ്. തൃശൂർ സ്വദേശിയായ രാജേന്ദ്രന്റെ സംസ്കാരം വെള്ളിയാഴ്ച തൃശൂരിലെ തൃത്തല്ലൂരിൽ വെച്ച് നടക്കും. ഒട്ടേറെ ചലച്ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായിട്ടുള്ള വേഷം ചെയ്തിട്ടുള്ള എ രാജേന്ദ്രൻ നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിലായിരുന്നു. 1981 ഗ്രീഷ്മം എന്ന ചിത്രത്തിലായിരുന്നു ആദ്യം അഭിനയിച്ചത്. നാടകരംഗത്ത് ഏറെ സജീവമായിരുന്നു അദ്ദേഹം. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും നാടക സംവിധാനം അദ്ദേഹം തുടർന്നിരുന്നു. കളിയാട്ടം, പ്രണയവർണ്ണങ്ങൾ, പട്ടാഭിഷേകം തുടങ്ങി 60ഓളം ചിത്രങ്ങളിൽ വില്ലനായിട്ടും സ്വഭാവ നടനായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നാടകത്തിലും ടെലിവിഷൻ സീരിയലുകളിലും സജീവമായിരുന്നു. നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പല ക്ലാസിക് കൃതികളെയും നാടക രൂപത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് കാളിദാസ കലാകേന്ദ്രയിലൂടെ അവതരിപ്പിച്ചു. കളിയാട്ടം, പ്രണയവർണ്ണങ്ങൾ, പട്ടാഭിഷേകം, തച്ചിലിടത്ത് ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനും നാടകാചാര്യനുമായിരുന്ന ഒ. മാധവന്റെയും പ്രശസ്ത നാടക അഭിനേത്രി വിജയകുമാരിയുടെയും മകളായ സന്ധ്യയാണ് രാജേന്ദ്രന്റെ ഭാര്യ. മകൻ ദിവ്യദർശ് നടനാണ്. പകൽ 9ഓടെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. തുടർന്ന് പൊതുദർശനവും ഉണ്ടായിരുന്നു. ഉച്ചയോടെ കാളിദാസ കലാകേന്ദ്രത്തിലും പൊതുദർശനമുണ്ടായി. വൈകിട്ടോടെ മൃതദേഹം തൃത്തല്ലൂരേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സൂര്യ TV-യിൽ സംപ്രേഷണം ചെയ്തു വരുന്ന കന്യാദാനം എന്ന സീരിയലിലായിരുന്നു അഭിനയിച്ചു. രാജേന്ദ്രൻ വിടവാങ്ങുന്ന സമയത്ത് നാടക ലോകത്തിന് അത് തീരാ നഷ്ടമാണ്. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. സിനിമയിൽ സ്വഭാവ നടനായിട്ടും വില്ലനായും സഹനടനായും തിളങ്ങിയ അദ്ദേഹം ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. മുകേഷിനോടൊപ്പം പല സിനിമകളിലും അദ്ദേഹം സ്ക്രീൻ പങ്കിട്ടിരുന്നു. വലിയ ആരവങ്ങളില്ലാതെ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കാനുള്ള കഴിവായിരുന്നു അദ്ദേഹത്തെ മറ്റ് നടന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരുന്നത്. സിനിമയേക്കാൾ ഉപരിയായി നാടകവേദികളോടായിരുന്നു അദ്ദേഹം എന്നും കൂറു പുലർത്തിയിരുന്നത്. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്ന അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. എങ്കിലും കലാലോകത്തെ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായിട്ടും അദ്ദേഹം നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. അഭിനയത്തിനു പുറമെ കലയുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങളിലും അദ്ദേഹം താൽപര്യം കാട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ സിനിമാ നാടകരംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മുകേഷിന്റെ കുടുംബവുമായിട്ടും KPSC ലളിത ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളുമായും അടുത്ത ബന്ധമായിരുന്നു രാജേന്ദ്രൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ കലാരംഗത്ത് സജീവമായവരാണ്. മകൻ ദിവ്യദർശും സിനിമാ രംഗത്ത് സജീവമായ നടനാണ്. പിതാവിന്റെ പാത പിന്തുടർന്ന ദിവ്യദർശനും നിരവധി ചിത്രങ്ങളിൽ നായകനായും സഹനടനായും അഭിനയിച്ചിട്ടുണ്ട്. സംസ്കാരം വെള്ളിയാഴ്ച തൃശൂർ തൃത്തല്ലൂരിൽ വെച്ചാണ് നടക്കുന്നത്. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി സഹപ്രവർത്തകരും നാട്ടുകാരും പട്ടത്താനത്തെ വസതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കലാരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വരും തലമുറയ്ക്ക് മാതൃകയാണെന്ന് സഹപ്രവർത്തകർ അനുസ്മരിച്ചു.